എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പെർമുട്ടേഷൻ ഗ്രൂപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട തിയറംസിൻ്റെ പ്രൂഫായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ നോക്കിയത് ഷോ ദാറ്റ് എവരി പെർമുട്ടേഷൻ ഇൻ എസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ടു സൈക്കിൾസ്. എല്ലാ പെർമുട്ടേഷനെയും ടു സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ടു സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുന്നപ്പോൾ എത്ര ടു സൈക്കിൾസ് അവിടെ വരാം, അല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻസ് അവിടെ വരാം. അപ്പം നമ്മൾ ക്ലാസ്സിൽ എക്സാമ്പിൾ കണ്ട പോലെ, അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഐഡൻറ്റിറ്റി പെർമുട്ടേഷൻ എടുത്താൽ അതിനെ 1 2 × 1 2 എന്ന് എഴുതാം. മാത്രമല്ല അതിന് വേണമെങ്കിൽ 1 2 × 1 2 × 1 2 × 1 2 എന്ന് എഴുതാം. അപ്പോൾ ഈ ടു സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുന്നത് യുണീക്ക് അല്ല. പല രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ വരുന്ന ട്രാൻസ്പോസിഷൻ്റെ അല്ലെങ്കിൽ ടു സൈക്കിൾസിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആകാം. പക്ഷേ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്, എണ്ണം ഡിഫറൻ്റ് ആണെങ്കിലും എത്ര എണ്ണം എന്നുള്ളത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്നുള്ളത് എപ്പോഴും ഒരു പെർമുട്ടേഷന് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ്, ഒരു പെർമുട്ടേഷനെ എനിക്ക് ഒന്നുകിൽ ഈവൻ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ആയിട്ട് എഴുതാം. ഇതാണ് നമ്മുടെ തിയറം. ഓക്കെ, ദാറ്റ് ഈസ് പ്രീസൈസ്ലി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ റിസൾട്ടാണ്. ഓൾവേസ് ഈവൻ ഓർ ഓൾവേസ് ഓഡ്. എ പെർമുട്ടേഷൻ ആൽഫ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ടു സൈക്കിൾസ്. Then every decomposition of alpha is of product of two cycles must have an even number of two cycles. അത് ഓഡിനും അതുപോലെ തന്നെ. ഈവൻ ആണെങ്കിൽ എല്ലാ ഡീകമ്പോസിഷനും ഈവൻ ആയിരിക്കും, ഓഡ് ആണെങ്കിൽ എല്ലാ ഡീകമ്പോസിഷനും ഈവൻ ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യും. അത് ഉപയോഗിച്ച് ഇത് എന്താണ് ആദ്യത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഷോ ദാറ്റ് if the identity permutation is beta 1, beta 2, etc. beta r, where betas are two cycles, then r is even. ഐഡന്റിറ്റി പെർമ്യൂട്ടേഷനെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ എഴുതി. അപ്പോൾ ഇവിടെ രണ്ടും ശ്രദ്ധിച്ചാൽ രണ്ടും ഈവൻ ആണ്, അല്ലെ? ഇതെപ്പോഴും ശരിയാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എക്സാമ്പിൾ ഉപയോഗിച്ച് എളുപ്പം കിട്ടുമെങ്കിലും പ്രൂഫ് എഴുതുമ്പോൾ കുറച്ച് ട്രിക്കിയാണത്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് എലിമെൻ്ററി ആക്കാൻ നോക്കാം പ്രൂഫ്. മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ വെരി ബിഗ് പ്രൂഫ്, ബട്ട് സ്ലൈറ്റ്ലി ട്രിക്കി. So the idea is, so clearly the identity permutation not is equal to a single two cycle. Since a single two cycle does not fix the members of the cycle. ക്ലിയർ അല്ലേ? എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടു സൈക്കിൾ ആണെങ്കിൽ, എ ബി ആണെങ്കിൽ ഇത് ഐഡന്റിറ്റി ആവില്ലല്ലോ, കാരണം ഇത് എ ഗോസ് ടു ബിയും ബി ഗോസ് ടു എയും അല്ലേ. ഐഡന്റിറ്റി പെർമ്യൂട്ടേഷനിൽ എല്ലാം ഫിക്സ് ചെയ്യണം. അപ്പം എന്തായാലും ഒരെണ്ണം വെച്ച് എനിക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇഫ് എപ്സിലോൺ ഈക്വൽ ടു എ ബി ഇൻറ്റു സി ഡി, then r is even. ഇവിടെ r is equal to എന്താ? 2 അല്ലേ? r is equal to 2 and we are done. അതായത് ഈവൻ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ഇഫ് എപ്സിലോൺ ഈസ്, സപ്പോസ് 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക, സം എക്സ് വൈ ഇൻറ്റു സി ഡി ഇൻറ്റു എ ബി.
ഞാൻ എ ബി അവസാനം വരുന്ന രീതിക്ക് പർപ്പസ്ഫുള്ളി എഴുതിയതാണ്, കാരണം പുസ്തകത്തിലെ നൊട്ടേഷൻ ഏതാണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ പുസ്തകത്തിലെ പ്രൂഫ് അതുപോലെ എഴുതുന്നില്ല. സ്ലൈറ്റ്ലി ഐ ആം ചേഞ്ചിങ്, സ്ലൈറ്റ്ലി സിംപ്ലിഫൈ. ഓക്കെ, ഇപ്പൊ 3 പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു പ്രശ്നം പറ്റും. എന്താണ് ആ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ അവസാനത്തെ ഈ 2 പ്രൊഡക്റ്റ് എടുക്കുക. ഈ 2 ഒന്നുകിൽ സിയും ഡിയും എയും ബിയും എല്ലാം ഡിഫറെന്റ് ആവും. ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആവും അല്ലേ? അല്ലെങ്കിൽ സിയോ ഡിയോ എക്കോ ബിക്കോ ഈക്വൽ ആകാം. സോ ഇൻ എനി കേസ്, സോ വി ആർ യൂസിങ് ദ ഫോളോയിങ്. സിൻസ് ij is equal to ji, ഇത് രണ്ടും ഈക്വൽ ആണ് ഫോർ എനി 2 cycle, we have the product CD into AB is any one of the following. ഓക്കെ, ഡിസ്ജോയിന്റ് ആണെങ്കിൽ നമുക്കറിയാം ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് എനിക്കിതിനെ എ ബി ഇൻറ്റു സി ഡി എന്ന് എഴുതാം. ഓക്കെ, ഇനി സി എക്ക് ഈക്വൽ ആണെങ്കിൽ എ സി ഇൻറ്റു എ ബി എന്നാവും. ദിസ് ഈസ് സെയിം ആസ് എ ബി ഇൻറ്റു ബി സി. വെരിഫൈ ചെയ്യുക. വെരിഫൈ ഇറ്റ്. ദാറ്റ് ഇസ് എൻ എക്സസൈസ്. പറയുന്ന ഓരോ ഫാക്ട്. ഇനി അടുത്തൊരു കേസ് ബി സി ഇൻറ്റു എ ബി. ഈ ഫോമിലാണെങ്കിൽ എനിക്ക് അതിനെ എ സി ഇൻറ്റു സി ബി എന്ന് എഴുതാം. ബാക്കി എല്ലാ കേസും ഇതിന് ഈക്വലാണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നത് ഈ സി ഡി ഇൻറ്റു എ ബിക്ക് എന്തൊക്കെ കേസുകളാണ് വരിക. ഒന്ന് ഡിസ്ജോയിന്റ്, പിന്നെ ഒന്ന് സി ഈക്വൽ ടു എ ആകാം, ഡി ഈക്വൽ ടു ബി ആകാം. ഒരു കേസ് ഇവിടെ ഉണ്ട്, ഞാൻ എഴുതാൻ വിട്ടുപോയ ഒരു കേസ് ഇവിടെ ഉണ്ട്, അത് തുടക്കത്തിൽ എഴുതാം. എ ബി ഇൻറ്റു എ ബി. സോ ദിസ് ഈസ് എസെൻഷ്യലി എപ്സിലോൺ. അവിടെ ഒന്നും ചെയ്യാനില്ല. എ ബി ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എപ്സിലോൺ ആവും. ഓക്കെ, പിന്നെ ഉള്ളത് സി ഈക്വൽ ടു എയും ഡി ഈക്വൽ ടു, അതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ സി ഈക്വൽ ടു എയും ഡി ഈക്വൽ ടു ഏതെങ്കിലും ഒന്ന്. സി, ദാറ്റ് മീൻസ് ദ ഐഡിയ ഈസ് സി ഓർ ഡി ഈസ് ഈക്വൽ ടു എ ആകാം, ഓർ സി ഓർ ഡി ഈസ് ഈക്വൽ ടു ബി ആകാം അല്ലേ? ഈ രണ്ട് കേസും ഇവിടെ ഉണ്ട്, ഇതിലും ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ആക്ച്വലി ഡി ആണ് എ ആയത്, പക്ഷെ ഈ സാധനം ഡി ആണ് എ ആയത്. ദിസ് ഇസ് സി എ ആണ്, പക്ഷെ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി സി എ ആകുന്ന കേസ് എ ഡി അല്ലേ? ഈ എ ഡി എന്ന് പറയുന്നത് ഇത് ഒരേ സാധനം തന്നെ, കാരണം സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലിമെന്റ് ആണല്ലോ. ഇത് രണ്ടും ഒരേ കേസ് തന്നെ. ഇവിടെ അതുപോലെ 2 കേസുകളുണ്ട്. ഇതെന്ന് പറയുന്നത് സി ഈക്വൽ ടു ബി ഡി എന്നുള്ളതും
സി ബി എന്നുള്ളത് രണ്ട് കേസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു പ്രൂഫിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്ന് നിങ്ങൾ എഴുതി ആലോചിക്കുക, മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പൊ ഈ ഇത്രയും കേസുകളാണ് ആ സി ഡി ഇൻറ്റു എ ബിക്ക് ഉള്ളത്. സോ ദാറ്റ് ഈസ് always we can write the product CD into AB as a product with A appearing on the leftmost end and nowhere else. Nowhere else. ഇതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഇത് എപ്പോഴും എനിക്കതിനെ ഈ എ അവസാനത്തെ പെർമ്യൂട്ടേഷനിലെ എ എനിക്ക് എപ്പോഴും തുടക്കത്തിലാക്കി എഴുതാം ഈ ഒരു പ്രൊഡക്റ്റിൽ. അപ്പോൾ ഇവിടെ മൂന്നെണ്ണം ഉള്ളതിൽ always I can write this part as sum A, പിന്നെ 3 entries A into sum what AB into ഇങ്ങനെ എഴുതാം. വേറെ എവിടെയും A അപ്പിയർ ചെയ്യുന്നില്ല. ഇനി സെയിം ആർഗ്യുമെന്റ് എനിക്ക് ഇവിടെ പറയാം, എക്സ് വൈ ഇൻറ്റു എ ബിക്ക് പറയാം. അപ്പൊ അത് രണ്ടിനും കൂടെ സോ ഞാൻ ഇവിടെ എഴുതാം. therefore epsilon equal to xy into ab into always I can write xy into a b ആകണമെന്നില്ല, I'm sorry, a into something ഇങ്ങനെ എഴുതാം. where സ്റ്റാർ ഇടാം. സ്റ്റാർ stands for some element or some elements other than A. So using the same argument xy into A star can be written as, പിന്നെ ഒന്നുകൂടെ ഇതിനെ തിരിക്കാം അല്ലെ, A star star star. Where star represents elements other than A, elements other than E. ഈ സെയിം ആർഗ്യുമെന്റ് ഇവിടെ നമ്മൾ എഴുതിയ ഈ സെയിം ഐഡിയ ഉപയോഗിച്ച് തന്നെ ആ രണ്ട് പ്രൊഡക്റ്റിനെ എപ്പോഴും എനിക്ക് ഓരോ ഘട്ടത്തിലും എനിക്ക് എ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. ഫൈനലി എന്താ സംഭവിക്കുക, ബട്ട് in this product but I will write the product. നമുക്ക് കിട്ടിയത് എങ്ങനെയാ, എ സ്റ്റാർ 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 സ്റ്റാർ. ഇതായിരുന്നു നമ്മുടെ എപ്സിലോൺ അല്ലേ. പ്രൊഡക്റ്റ് എപ്സിലോൺ ഈക്വൽ ടു ദിസ്. എ എനിക്ക് ലെഫ്റ്റ് എൻഡിൽ വന്നു, ബാക്കിയൊന്നും എക്ക് ഈക്വൽ അല്ല. പക്ഷെ എ ഫിക്സ് ചെയ്യൂ അങ്ങനെയുള്ള സാധനം. എ എന്ന് പറയുന്നത് ഈ സ്റ്റാറിലേക്കല്ലേ പോകും. ആലോചിച്ച് നോക്കി, എ എന്ന് പറയുന്നത് ഈ സ്റ്റാറിലേക്ക് പോകും. ഇവിടെ എ ഇല്ല, ഇവിടെ എ ഇല്ല. അപ്പൊ ഞാൻ ഇതിൽ എ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ അത് ഫിക്സ് ചെയ്യും, ഇവിടെ അത് ഫിക്സ് ചെയ്യും, ഇവിടെ വരുമ്പോൾ അത് സ്റ്റാറിലേക്ക് പോകും. അപ്പൊ എ ഫിക്സ് ചെയ്യത്തില്ല. does not fix A. This is a contradiction.
So R cannot be equal to 3. So a similar argument shows that R cannot be an odd number. So this is the proof. ഇതിന്റെ ഞാനിതൊരു പർട്ടിക്കുലർ കേസ് എടുത്തിട്ടാണ് ഐഡിയ പറഞ്ഞത്. പുസ്തകത്തിൽ ജനറൽ കേസ് വെച്ച് പറയുന്നുണ്ട്, പക്ഷെ കുറച്ചത് കോംപ്ലിക്കേറ്റഡ് ആണ് മനസ്സിലാക്കാൻ. ഐഡിയ എക്സാക്ട്ലി സെയിം ആണ്. ദ ക്രക്സ് ഓഫ് ദ പ്രൂഫ് ഈസ് ദിസ് വൺ. ഓക്കെ, ആ എ ഞാൻ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവസാനം എ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓഡ് നമ്പർ മാത്രമാണെങ്കിൽ എ എനിക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്പർ ആണെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റൂ. ഇത് ഒരു റിഗറസ് പ്രൂഫ് അല്ല, പക്ഷേ ഈ പ്രൂഫ് പഠിച്ചാൽ മതി. മറ്റത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പുസ്തകത്തിലെ. പക്ഷേ ഇത് കുറച്ചുകൂടെ അക്സസിബിൾ ആണ്, പക്ഷേ നോട്ട് എ റിഗറസ് പ്രൂഫ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പുസ്തകത്തിൽ വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ജനറൽ കേസ്. ഷോ ദാറ്റ് ഇഫ് ആൽഫ ഈക്വൽ ടു beta 1, beta 2, etc. beta r, and the same alpha can be written as gamma 1, gamma 2, etc. gamma s, where betas and gammas are two cycles, then r and s are both even or both odd. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു പ്രൊഡക്റ്റിൽ പല രീതിയിൽ എഴുതാമെങ്കിലും അത് ഒരുമിച്ച് ഒരെണ്ണത്തിൽ ഓഡ് നമ്പർ ഓഫ് 2 സൈക്കിൾസും മറ്റതിൽ ഈവൻ നമ്പർ ഓഫ് 2 സൈക്കിൾസും ഒരിക്കലും സെയിം പെർമ്യൂട്ടേഷന് വരില്ല. ദിസ് ഈസ് ഈസി നൗ. നമ്മുടെ പ്രോബ്ലം നമ്പർ 5 ഉള്ളതുകൊണ്ട് ഇതുള്ളതുകൊണ്ട് ഇത് ഈസിയാണ്. സോ ഗിവൺ ആൽഫ എനിക്ക് എങ്ങനെ എഴുതാം? ഗാമ 1, ഗാമ 2, എക്സെട്ര ഗാമ എസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് സെയിം ആസ് ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര ബീറ്റ ആർ. സോ ദിസ് ഇംപ്ലൈസ് ഗാമ 1, ഗാമ 2, എക്സെട്ര ഗാമ എസ്. ഇതെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്ന എന്താ വരിക? ബീറ്റ ആർ ഇൻവേഴ്സ് എക്സെട്ര ബീറ്റ 2 ഇൻവേഴ്സ് ബീറ്റ 1 ഇൻവേഴ്സ്. ഞാൻ എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഈ സൈഡും തെറ്റി. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? ഇതിൽ എത്ര 2 സൈക്കിൾസ് ഉണ്ട്? ദാറ്റ് ഇംപ്ലൈസ് എപ്സിലോൺ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എത്ര സൈക്കിൾസ്? 2 സൈക്കിൾസ് ഉണ്ട്. ആർ പ്ലസ് എസ് 2 cycles. So by 5 r plus s is even. Hence എങ്ങനെ രണ്ട് ഇൻറ്റിജറിന്റെ സം ഈവൻ ആകുന്നത്? രണ്ടും ഓഡ് ആകണം, അല്ലെങ്കിൽ രണ്ടും ഈവൻ ആകണം. So hence r and s are both even or both odd. So അത് എളുപ്പം കിട്ടും. ആ മുകളിലുള്ള ആ ഒരു ട്രിക്കി പ്രൂഫിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ഇത് എളുപ്പം കിട്ടുന്നത്. ഓക്കെ, സോ ഫൈനലി so a definition: if a permutation is written as an odd number of permutation,
odd number of 2 cycles. Odd number of transposition എന്നുള്ള വേർഡ് നിങ്ങളെ പുസ്തകത്തിൽ കണ്ടില്ല, ഉപയോഗിക്കാം. പക്ഷെ odd number of 2 cycles, then it is called odd permutation. Otherwise it is called even permutation. That is the definition of odd permutation and even permutation. So next, show that the set of all, sorry, even alla odd, sorry, odd alla even, set of all even permutations forms a group. So this is called forms a subgroup, forms a subgroup of Sn, subgroup of Sn called alternating group, denoted by An. So even permutations എല്ലാം കൂടെ കളക്ട് ചെയ്ത് എഴുതിയാൽ അത് Sn-ന്റെ മൊത്തം സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് എന്താണ് സിമെട്രിക് ഗ്രൂപ്പ് ഓൺ എൻസെമ്പിൾസ് അതിന്റെ എന്താണ് സബ് ഗ്രൂപ്പ് ആവും. പ്രൂഫ് ഈസ് ഈസി. So by ഫൈവ് അല്ലേ, അല്ലെങ്കിൽ by 5 epsilon, the identity element belongs to An. ഐഡന്റിറ്റി ഉണ്ട്. ഇനി എന്ത് കാണിച്ചാൽ മതി? If alpha comma beta belongs to An, clearly alpha beta can be explain ചെയ്തതാണോ? ആൽഫയും ബീറ്റയും എനിലെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ സെന്റൻസ് ആയിട്ട് എഴുതാം അല്ലെ. ആൽഫ ആൻഡ് ബീറ്റ ആർ പ്രോഡക്റ്റ് ഓഫ് ഈവൻ നമ്പർ ഓഫ് 2 cycles. Hence അത് രണ്ടിനെയും കൂടെ ചേർത്ത് എഴുതി വയ്ക്കുമ്പോൾ എന്താവും? ആൽഫ ബീറ്റ ഈസ് ആൾസോ എ പ്രോഡക്റ്റ് ഓഫ് ഈവൻ നമ്പർ ഓഫ് 2 cycles. Yes, alpha beta belongs to An. ഇനി അപ്പോൾ എന്തായി? ക്ലോസ്ഡ് ആയി. ഇനി സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കുക. സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കുക ഇനി എന്ത് ചെയ്താൽ മതി? രണ്ട് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് 2 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ആണെന്ന് തോന്നുന്നു. സോ ഇഫ് beta belongs to An, then beta is same as some A1 A2. Sorry, I will write it as beta equal to beta 1, beta 2, etc. beta some r, where r is even and betas are 2 cycles. Then beta inverse can be written as beta r
beta r minus 1 etc. beta 2 beta 1 so that ഇപ്പോൾ എന്തായി ബീറ്റ ഇൻവേഴ്സും ഞാൻ കുറച്ച് സ്പീഡിന് പറയുവാണ് കാരണം ഇത് നമ്മൾ പലതവണ പറഞ്ഞാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഹെൻസ് ബൈ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് 1 ആണോ 2 ആണോ എന്നുള്ളത് നിങ്ങൾ എഴുതിക്കോളൂ. സബ് ഗ്രൂപ്പ് ടെസ്റ്റ് AN is a subgroup of SN. ഇതെന്താണ് പ്രൂഫ് പറയുന്നത്? ഇവിടെ ഐഡന്റിറ്റി ഇതിനകത്തുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എപ്സിലോണിനെ എനിക്ക് എപ്പോഴും രണ്ട് 2 സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ഇനി ആൽഫയും ബീറ്റയും ANലുണ്ടെങ്കിൽ ആൽഫ ഒരു ഈവൻ നമ്പർ ഓഫ് 2 സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആണ്, ബീറ്റയും ഒരു ഈവൻ നമ്പർ ഓഫ് 2 സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആണ്. രണ്ടും കൂടെ ചേർത്ത് എഴുതി വെക്കുമ്പോഴും രണ്ട് ഈവൻ നമ്പറിന്റെ സമ്മും ഈവൻ ആണല്ലോ അല്ലെ. അപ്പൊ അതും ആൽഫ ബീറ്റയും ഒരു ഈവൻ നമ്പർ ഓഫ് 2 സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇനി ബീറ്റ ANലുണ്ടെങ്കിൽ ബീറ്റ ഇൻവേഴ്സ്, ബീറ്റ ഇങ്ങനെയാണെങ്കിൽ ബീറ്റ ഇൻവേഴ്സ് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇത് രണ്ടിൽ ഇതും ഈവൻ ആണ്, ഇതും ഈവൻ നമ്പർ ഓഫ് 2 സൈക്കിൾസിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ബീറ്റ ഇൻവേഴ്സും ANലുണ്ട്. സോ therefore by subgroup test AN is a subgroup. So finally show that order of ANൽ എത്ര എലിമെന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ANല് SNല് എത്രയാ? SNല് n ഫാക്ടോറിയൽ എലിമെന്റ് ആണ്. ANല് കറക്റ്റ് n ഫാക്ടോറിയൽ ബൈ 2 എലിമെന്റ്സ് ഉണ്ട്. ഇതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രൂഫ് ഇതാണ്. സോ വി ഹാവ് cardinality of Sn is n factorial. Okay, let Bn denotes the set of all, അത് ഗ്രൂപ്പ് ആകണമെന്നില്ല, ഗ്രൂപ്പ് അല്ല, ഇൻഫാക്ട് set of all odd permutation. Then the map, ഞാനിത് മുഴുവൻ ചെയ്യുന്നില്ല, എക്സസൈസ് ആയിട്ട് തരികയാണ്. Then the map f from AN to BN defined by alpha maps to 1 2 into alpha is a bijection. So cardinality of AN is same as cardinality of B. അപ്പോൾ പകുതി ഇതിനകത്ത് മൊത്തം n ഫാക്ടോറിയൽ എലിമെന്റിൽ രണ്ട് ഈക്വൽ പാർട്ടായിട്ടിനെ ഡിവൈഡ് ചെയ്ത് എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ മൊത്തം n ഫാക്ടോറിയലിൽ ഓഡ് പെർമ്യൂട്ടേഷനും ഈവൻ പെർമ്യൂട്ടേഷനും ഒരേ എണ്ണമാണെന്ന് പറഞ്ഞാൽ പകുതി പകുതി അല്ലേ. ദാറ്റ് ഈസ് ദ പ്രൂഫ്. ഇവിടെ ഇതൊരു എക്സസൈസ് ആണ്. ഇത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. എക്സസൈസ് ഇത്രയാണ് നമുക്ക് ഹോൾ ചാപ്റ്ററിൽ ഉള്ള പ്രൂഫുകൾ. നമ്മൾ എക്സാമ്പിൾസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സാമ്പിൾസ് ഉപയോഗിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ചേർത്ത് നന്നായിട്ട് ഈ പ്രൂഫുകൾ പഠിക്കുക. എക്സെപ്റ്റ് ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 5, ഇതിന്റെ പ്രൂഫ് ഒഴിച്ച് ബാക്കിയെല്ലാം ട്രിവിയൽ ആണ്. ഇതും പാടൊന്നുമില്ല, പക്ഷെ കുറച്ച് ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി എടുക്കാനുണ്ട്. അതുകൊണ്ട് ഓക്കെ താങ്ക് യു.